ഉണ്ണി ഉണ്ണി എന്റെ ടിക്കറ്റ് നാളെ തന്നെ ഓക്കെ ആക്കണം. എനിക്ക് നാളെ പോണം. ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? അങ്ങനെ ചെയ്യാം. അല്ല മോനെ, നീ നാളെ തന്നെ പോവാന്ന് പറയുമ്പോ കുഞ്ഞിന്റെ കാര്യം എങ്ങനാ? നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ പ്രസവിപ്പിക്കാനും വളർത്താനും ഒക്കെ ധൃതി. അപ്പൊ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാ മതി. എന്താടാ? അത് ഒന്നുമില്ല ചായ. എന്താ ശ്വേത, എന്താ കാര്യം? അത് ഇന്നലെ പറഞ്ഞില്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന്. ചോദിക്കുന്നത് തെറ്റാണെ ക്ഷമിക്കണം. അങ്ങനെയാണെ ഞങ്ങൾ വളർത്തിക്കോട്ടെ അവളെ, ഞങ്ങളുടെ മോളായിട്ട്. ഈ ചായൻ ശരിക്കും ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്നെടുക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ അത്. അവളെ അവർക്ക് കൊടുക്കാൻ എനിക്കങ്ങനെ ഏറെയൊന്നും ആലോചിക്കാനില്ലായിരുന്നു. നാട്ടിലെത്തി പിറ്റേന്ന് തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ചെൻ്റെ സമ്മതം അറിയിച്ചു. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എമിയുടെ ജീവനെടുത്ത് വന്ന ക്ഷണിക്കപ്പെടാത്തൊരതിഥിയായിരുന്നു എനിക്ക് ആ കുഞ്ഞ്. പക്ഷെ ഇന്ന് ചെയ്തു പോയ വലിയ തെറ്റിനെ ഓർത്ത് ഞാൻ എന്നോട് തന്നെ ഓരോ ദിവസവും കുമ്പസരിക്കുക. ശ്രീക്ക് ഉള്ളിൽ ആ കുറ്റബോധം ഉള്ളതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കിവിടെ ആരോടും ധൈര്യമായിട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കറിയണം അവൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്നെങ്കിൽ